മലയാളി മെമ്മോറിയലിന് ശേഷമാണ് കേരളത്തിലെ നായർമാർക്ക് ഈ സർക്കാർ ജോലികളിലേക്ക് പ്രവേശനം കിട്ടിയത്. അതൊരു സംവരണമാണ്. അതുവരെ അത് പട്ടന്മാർക്കാണ് കിട്ടിയത്, തമിഴ് ബ്രാഹ്മണന്മാർക്കാണ്. ആ സ്ഥാനങ്ങളിലേക്ക് അനുവദിക്കുന്നു, നായന്മാരെ അനുവദിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥാനങ്ങളിലേക്ക് നായന്മാർ വരുന്നു. പിന്നെ നമുക്കറിയാം നായർ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ചലനം ഉണ്ടാകുന്നു. പിന്നെ ഈഴവ മെമ്മോറിയൽ വരുന്നു, ഈഴവ സമൂഹത്തെ സംഘടിക്കുന്നു, അവരിലേക്ക് അത് വരുന്നു, ആ സമൂഹത്തിനും ചലനം ഉണ്ടാകുന്നു. അങ്ങനെ സംവരണത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ചരിത്രപരമായിട്ട് തങ്ങളുടെ കയ്യിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരം കിട്ടിയിട്ടുള്ള ആളുകൾ, അത് അവരാലോചിക്കുന്നില്ല. അത് ആരെങ്കിലും നിയമപരമായി ഉണ്ടാക്കിയ സംവരണം അല്ലെങ്കിൽ പോലും അത് അവർക്ക് നിക്ഷിപ്തമാണ്. അതാണ് സംവരണം. അവര് നിക്ഷിപ്തമാണ്. അവർ ഷെയർ ചെയ്യാൻ തയ്യാറില്ല. അവർ പറയുന്നത് നോക്കൂ, ഓപ്പൺ അല്ലേ, ജനറൽ കോട്ടയിൽ വന്ന് മത്സരിക്കട്ടെ എന്നാണ്. ജനറൽ കോട്ടയിലുള്ള മത്സരത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് ശരിക്കും. ഞാനൊരു ലോങ് മാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം കാണുകയുണ്ടായി, ഒരു ഈ ബംഗാളി നാടകം. ആ നാടകത്തില് മൊയലും മാമയും തമ്മിൽ മത്സരിക്കുകയാണ്. മൊയലും മാമയും തമ്മിൽ മത്സരിക്കുമ്പോൾ മൊയല് ജയിക്കും, ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഒരിക്കൽ കൂടെ താൻ തോറ്റുപോയതിന്റെ ജാലിത മറക്കാൻ വേണ്ടിയിട്ട് മൊയല് വന്ന് ആമയോട് പറയണം ഒരിക്കൽ കൂടെ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പൊ ആമയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം ഇവൻ തയ്യാറായി വരികയാണ്. കാരണം ഇവന്റെ കയ്യിലാണല്ലോ എല്ലാ കാലത്തും, കാലാകാലമായിട്ട് ജയം ഇവന്റെ കയ്യിലാണ്. അപ്പം ആമ ഒരു നിബന്ധന വെച്ചു, ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഒരു കാര്യം, നമ്മളുടെ ട്രാക്ക് നിർണയിക്കുന്നതിൽ എനിക്കും പങ്ക് വേണം. അത് കരയിലൂടെ മാത്രം പോരാ, പകുതി വെള്ളത്തിലും പകുതി കരയിലുമായിരിക്കണം. അപ്പം മൊയലിന്റെ കാര്യം മനസ്സിലായി. കാരണം ഇത്രയും കാലമായിട്ട് ഈ കാര്യക്ഷമതയുടെ എല്ലാ അളവ് പോലും, കാര്യക്ഷമത മുഴുവൻ, അത് എന്താണ് കാര്യക്ഷമത എന്ന് നിർണയിച്ചത് ഇന്ത്യയിലെ സവർണരാണ്, മൊയലുകളാണ്. അവർക്കറിയാം എങ്ങനെയാ നിർണയിക്കണം. അവിടെ ആമകൾക്ക് ജയിക്കാൻ കഴിയില്ല. പക്ഷെ ആമകളുടെ കഴിവുകൾ മൊയലിനില്ല. ഒരുപക്ഷെ കാലത്തെ അതിജീവിക്കുന്നത് പതുക്കെയാണ്, പക്ഷെ അതിജീവിക്കാൻ കഴിയുന്നത് ആമകൾക്കാണ്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിന്റെ, ആദിവാസികളുടെ, ദളിതരുടെ, അവരുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവരുടെ കലകളെ കുറിച്ച് ആലോചിക്കണം. അവരുടെ ഭാഷാ വൈവിധ്യങ്ങളെ കുറിച്ച് ആലോചിക്കണം. അതൊന്നും തന്നെ ഒരു ഉയർച്ചയുടെ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നില്ല, ആ ഉന്നതമായിട്ട് നമ്മൾ കാണുന്നില്ല. ആ കാണാതിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യക്ഷമതയുടെ അളവുകോൽ എന്താണ് എന്ന് ചോദിക്കുന്ന പോലെ ഇതിന്റെ ഒക്കെ അളവുകോൽ ആരാണ് ഉണ്ടാക്കിയത്? ആ അളവുകോലിനെ കുറിച്ച് അടുത്ത കാലത്ത് ഒരു പഠനം നമ്മുടെ ഈ ചെന്നൈ IIT-യിലെ ഒരു കുറിച്ചുള്ള ഒരു പത്മ സുബ്രഹ്മണ്യം മറ്റോ പേരുള്ള ഒരു സ്കോളർ, ഒരു ഗവേഷക ഒരു പഠനം നടത്തിയതായിട്ട് അടുത്ത ഒരു ലേഖനത്തിൽ വായിക്കേണ്ടായി. അത് പറഞ്ഞതിന്റെ ഇതാണ്, അവിടെ തൊഴിലിലൊന്നും തന്നെ, അവിടുത്തെ വിദ്യാർത്ഥികളെ എടുത്ത് അവർ പരിശോധിച്ച സമയത്ത് അതിനകത്തൊന്നും തന്നെ IIT-യിൽ ഈ ദളിതരെത്തിയിട്ടില്ല. എന്തിന്? അവിടെ ഈ എഞ്ചിനീയർമാരായിട്ട് അവിടെ നിന്ന് ഉണ്ടാവുന്ന ആളുകൾ, ഈ ലെയ്ത്ത് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ കമ്മാളന്മാരായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയില്ല. കമ്മാളന്മാരായിട്ടുള്ള സമൂഹത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ പാത്രത്തിന്റെ നിർമ്മാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള വൈദഗ്ധ്യം ജന്മനാ കിട്ടിയിട്ടുള്ളവരാണ്. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പ്രവേശനം വരുമ്പോൾ അത് പരിഗണിക്കപ്പെടുന്നില്ല. അവിടെ മറ്റൊന്നാണ് പരിഗണിക്കപ്പെടുന്നത്. സ്വിമ്മിംഗ് പൂളിലെ നീന്തലാണ് നമ്മളുടെ അത്ലറ്റിക്സില് അല്ലെങ്കിൽ നമ്മുടെ നീന്തൽ മത്സരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് ഒരു വഴിയാകുന്നതെങ്കിൽ കടലിൽ നീന്തുന്ന ഒരു ചെറുപ്പക്കാരന് എത്ര എളുപ്പത്തിൽ ആ തരത്തിലുള്ള കഴിവുകളെ അതിലംഘിച്ചുകൊണ്ട് അതിനേക്കാൾ ശക്തമായിട്ട് കൂടുതൽ നന്നായിട്ട് നീന്താൻ കഴിയും, അവനിൽ നിന്നാണ് സെലക്ഷൻ എടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നു. നമ്മളുടെ കാര്യക്ഷമത അളവുകോലുകൾ മുഴുവൻ ഇന്ത്യയിലെ സവർണര് നിർമ്മിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് നേരത്തെ പറയാം, അതത് വസിഷ്ഠ പാരമ്പര്യത്തിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അതല്ലാത്ത ഒന്നിനെ കുറിച്ചാണ് ലോഹിയ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ലോഹിയുടെ ആ ചിന്തകൾ വെച്ചിട്ടാണ് ഇന്ത്യയിലെ സംവരണത്തെ കുറിച്ചുള്ള ഒരു പുതിയ ആലോചനകൾ വരുന്നത്. സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ചില കണക്കുകൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് വളരെ രസകരമായ കേരളത്തിന്റെ കാര്യം എടുക്കാം. നമ്മൾ മലയാളികളാണല്ലോ. കേരളത്തിന്റെ കാര്യം എടുത്താൽ കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങൾ അതിൽ സംവരണം ഇല്ല.
എയ്ഡഡ് വിദ്യാലയങ്ങളുടെ ഒരു ചെറിയ കണക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 180 കോളേജുകളുണ്ട്. ആ 180 കോളേജുകളിൽ ആകെ 3725 അധ്യാപകരും 8233 നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്. അതിനകത്ത് ആകെയുള്ള SC/ST പ്രാതിനിധ്യം 65 ആകെ. നിങ്ങൾ 11,958 SC/ST അല്ലാത്ത വിഭാഗത്തിലുള്ള SC/ST സമുദായം നമ്മുടെ സമൂഹത്തിൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. അവരുടെ പ്രാതിനിധ്യം 0.54% ഉള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഞ്ചിനീയറിംഗ് കോളേജുകള് 3 എണ്ണത്തില്, ഇത് എയ്ഡഡിലാണ് 3 എണ്ണത്തില് 428 നോൺ ടീച്ചിങ് സ്റ്റാഫ്, 401 ടീച്ചേഴ്സ് ഉണ്ട്. അതിൽ 2 ആകെ 2 പേരാണ് എഴുത് അല്ലെങ്കിൽ ആദിവാസി പക്ഷത്തുള്ളത്. ഞാൻ വിശദമായിട്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല. LP സ്കൂളിന്റെ കാര്യം, UP സ്കൂളിന്റെ കാര്യം കൂടി മാത്രം ഞാൻ പറയുന്നു. 3981 LP സ്കൂളുകൾ എയ്ഡഡ് മേഖലയിൽ നമുക്കുണ്ട്. അതില് 37,287 സ്റ്റാഫ്. അതില് ഈ ഏതാണ്ട് 3981 നോൺ ടീച്ചിങ് സ്റ്റാഫ്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതിന്റെ അകത്ത് 248 പേരാണ് ദളിതരായിട്ടുള്ള ആളുകളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആദിവാസികളായിട്ടുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് 73 കൊല്ലമായി നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട്. 73 കൊല്ലമായിട്ട് ഇവർക്ക് യാതൊരു ഉന്നതി ഉണ്ടായില്ല എന്നല്ലേ. ഇവർ സമൂഹത്തിലുള്ള ഇവരുടെ ജനസംഖ്യ ആനുപാതികമായെങ്കിലും അവർക്ക് ഉയർന്നു വരേണ്ടതല്ലേ? എത്ര ജനസംഖ്യയിൽ എത്ര ഉണ്ട്? SC വിഭാഗ ജനസംഖ്യയിൽ ഏതാണ്ട് 9%-ത്തിനടുത്തുണ്ട്. ST വിഭാഗം 1.5% ഉണ്ട് ആദിവാസികൾ. പക്ഷെ അവരുടെ പ്രാതിനിധ്യം വരുന്നത് 1%-ലും താഴെയാണ്, വളരെ താഴെയാണ്. അത് ട്രൈബൽ ആദിവാസികളാണെങ്കിൽ 0.3-0.4% പോലും എത്തുന്നില്ല. 1000-ൽ 4 ആൾ പോലും എത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സാമ്പത്തിക സംവരണത്തെ കുറിച്ച് പറയും. സാമ്പത്തിക സംവരണം 10% വരാൻ പോകുന്നു എന്ന് പറയും. എങ്ങനെ ഈ സംവരണം കൊടുത്താൽ ഉണ്ടാവുക? ഇപ്പം ഈ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലാണ്. ദേവസ്വം ബോർഡിൽ ഇപ്പോഴുള്ള സ്ഥിതി എന്താണ്? നിങ്ങൾക്ക് 71 കോളേജുകൾ, കോളേജുകൾ 71 ഇല്ല, ഈ കോളേജുകളുടെ എണ്ണം ആകെ, കോളേജുകളിലുള്ള ടീച്ചേഴ്സിന്റെ എണ്ണമാണ് പറഞ്ഞത്. അവരുടെ കീഴിലുള്ള ഏതാണ്ട് 182 ടീച്ചേഴ്സ് ആകെയുണ്ട് കോളേജുകളിൽ. അതിലാകെ ഒരു ആളാണ് SC/ST ഇല്ല. ഈ ഗണക, അതുപോലെ തന്നെ അരയ, വെള്ളാള സമൂഹങ്ങളിലെ ഓരോ വ്യക്തികളും, അതുപോലെ വിളക്കത്തല നായർ ഒരാളും, അതുപോലെ തന്നെ വിശ്വകർമ്മയിലെ 2 ആളും, 8 നമ്പൂതിരികളും, 33 ഈഴവരും, 135 നായർ വിഭാഗത്തിലുള്ള ആളുകളുമാണ് അവിടെ. നമ്മൾ ആലോചിക്കേണ്ടത് ആകെയുള്ള അധ്യാപകരെ എടുത്തു നോക്കുമ്പോൾ 10% ഇനിയൂടി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ തന്നെ ഏതാണ്ട് 74.17% നായർമാരാണുള്ളത്, 18.13% ഈഴവരാണുള്ളത്. ജാതി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമമല്ലേ നമുക്ക്? ജാതി പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജാതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ഈ അടുത്ത ദിവസത്തില് ഈ ഞങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു നോവലുണ്ട്, 100 സിംഹാസനങ്ങൾ എന്ന് പറഞ്ഞ നോവൽ. നമ്മളൊക്കെ എല്ലാവരും വായിച്ചിരിക്കണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം ഇന്നലെ അത് ഒരിക്കൽ കൂടെ എടുത്ത് വായിക്കേണ്ടായി. ജയമോഹന്റേതാണ്, തമിഴ് എഴുത്തുകാരനായിട്ടുള്ള. അതിലൊരു ചെറുപ്പക്കാരൻ, നായാടിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് IAS കിട്ടുന്ന ഒരു ഭാഗമുണ്ട്. അയാളുടെ ഇന്റർവ്യൂ നടക്കുകയാണ്. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ ബയോഡാറ്റ പരിശോധിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ നായാടി വർഗത്തിൽപ്പെട്ടതാണല്ലേ? ഗോത്രവർഗത്തിൽ നായാടി എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട്, കാരണം വിടുകൻ എന്ന് പറയുന്നു. അപ്പം പിന്നെ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ മലയിൽ ജീവിക്കുന്നവരാണോ? ഒന്നും അറിയാത്ത പോലെയാണ് ചോദ്യം. അയാൾ പറയുന്നു അല്ല. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? അപ്പൊ അയാൾ പറയുന്നു, നായാടികൾ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന കുറവരാണ്, ഇവരെ കണ്ടാൽ അയിത്തമാണ് എന്നായിരുന്നു ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് പകല് ഞങ്ങൾ പുറത്തിറങ്ങാറില്ല. പകല് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ആളുകൾ വളഞ്ഞു വെച്ച് എറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുക. അതാണ് നാട്ടു നടപ്പ്. അതുകൊണ്ട് ഇരുട്ടത്താണ് ഞങ്ങൾ നടക്കാറുള്ളത്. ഈ ചെടികൾ മറഞ്ഞാണ് ഞങ്ങൾ നടക്കുന്നത്.
അത് മാത്രമല്ല പകല് മുഴുവൻ ഒരു കുഴി ഉണ്ടാക്കി പന്നികൾ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് പോലെ ഞങ്ങൾ അതിനകത്ത് ഒളിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. ഉച്ഛിഷ്ടങ്ങളും അതുപോലെ തന്നെ വിസർജ്യങ്ങളും ഒക്കെ നീക്കുകയാണ് ഞങ്ങളുടെ ജോലി. മാത്രമല്ല ഞങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളാണ് ഭക്ഷിക്കുന്നത്. ആ കെട്ടതൊക്കെ ആയിട്ടുള്ള സംഗതികൾ ജീവികളെ പിടിച്ച് ചുട്ടും തിന്നുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഇതൊക്കെ അദ്ദേഹം തിരുവിതാംകൂർ മാനുവലിൽ നോക്കി പഠിച്ചു വെച്ചത് ആ ഉദ്യോഗാർത്ഥി പറയുന്നു. അപ്പം അയാള് ഈ ഉദ്യോഗാർത്ഥിയോട് അയാൾ ചോദിക്കാണ്, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആള്, ഇപ്പോഴെന്താ നിങ്ങളുടെ സ്ഥിതി, ഇപ്പൊ കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടോ? അപ്പം അയാൾ പറഞ്ഞു, ഇല്ല, മിക്കവാറും എല്ലാവരും ഇപ്പോഴും ഭിക്ഷയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. നഗരവൽക്കരണത്തിന് ശേഷം ഞങ്ങളുടെ ആളുകളൊക്കെ നഗരത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവര് നഗരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഈ ഡ്രൈനെ അഴുക്ക് ചാലുകൾക്കൊക്കെ സമീപത്ത് ജീവിക്കുന്നു. മലങ്ങളൊക്കെ ചുമക്കുകയും അതൊക്കെ വൃത്തിയാക്കുകയും ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇത് എഴുതിയത് അടുത്ത കാലത്താണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ അത് മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ജാതി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്നാണല്ലോ നിങ്ങൾ ഇവിടെ എത്തിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ എത്തിയത് ഒരു മഹാത്മാവിന്റെ സഹായം കൊണ്ടാണ്. അപ്പൊ അംബേദ്കറിനെ പോലെയാണ്? അതെ, അംബേദ്കറിനെ പോലെ തന്നെ എന്ന് അദ്ദേഹം മറുപടി പറയും. അദ്ദേഹത്തിന് ഒരു സ്വാമിയുടെ സഹായത്തോടെയാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള സ്വാമിയുടെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇയാളോട് ചോദിക്കുന്നു, ന്യായവും, നിങ്ങളൊരു വിധികർത്താവായിട്ട്, നിങ്ങൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയാണ്, കളക്ടർ ആവാൻ പോകുന്നത്. അങ്ങനെയാണ് നിങ്ങളൊരു വിധികർത്താവായിട്ട് വരുമ്പോൾ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ന്യായാധികം വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഏതായിരിക്കും നിങ്ങൾ ചെയ്യുക? അപ്പം ഇയാളാകെ ഇയാളും ചോര ഇരച്ചു കയറുന്ന പോലെ അയാൾക്ക് തോന്നും. അയാൾ പറഞ്ഞു, നായാടിക്ക് അനുകൂലമായിട്ടായിരിക്കും ഞാൻ വിധിക്കുക. കാരണം നായാടി തന്നെ ഒരു ന്യായത്തിന്റെ പക്ഷത്തിലാണ്. നിങ്ങൾ ന്യായ നീതിയല്ല, സമത്വമാണ് അതിന്റെ അടിസ്ഥാന ചിന്തയെങ്കിൽ നായാടിയുടെ പക്ഷത്താണ് നിൽക്കുക. അപ്പൊ ഒരു ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു കൊലപാതകം ചെയ്താണെങ്കിലോ, ഒരു കൊലപാതകയാണെങ്കിലോ? അപ്പൊ ഇയാൾ കുറച്ചു നേരം മൗനം പാലിച്ച് പിന്നെയും പറയുന്നു, അയാൾ കൊലപാതകയാണെങ്കിൽ പോലും അയാളുടെ പക്ഷമായിരിക്കും ന്യായം. കാരണം അയാളെ അങ്ങനെ ആക്കി തീർക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഇത് ജയമോഹന്റെ ആ നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവരുടെ ഭാഗത്തുനിന്ന്. അത് ആലോചിക്കേണ്ടത് നമ്മള് ഈ പുതുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസി പെൺകുട്ടിയുടെ ഒരു കവിതയുണ്ട്. ആ കവിതയെ പറയുന്നത്, നിങ്ങൾ ഒന്ന് ഞങ്ങളുടെ സ്ഥാനത്തും ഞങ്ങള് നിങ്ങളെ സ്ഥാനത്തുമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഞങ്ങൾ സ്കൂളിൽ പോകാതെ ആടിനെ മേയ്ക്കുമ്പോൾ, ഞങ്ങളുടെ ഈ ചാണകം വാരി ജീവിക്കുമ്പോ, ഞങ്ങള് ഈ പട്ടിണി കിടക്കുമ്പോ, അങ്ങനെ ഓരോന്നും ആലോചിച്ച് നോക്കൂ. വീടില്ലാതെ അലിഞ്ഞു നടക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ച് നോക്കൂ. ആളുകള് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓടിക്കുമ്പോ ഈ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. നമുക്ക് ഇന്ത്യയിലെ ഈ മധ്യവർഗത്തിന് ജാതി അനുഭവവേദ്യമല്ല എന്നുള്ളതാണ്. അനുഭവവേദ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് എന്താണ് എന്ന് നമ്മൾ പഠിക്കുക. അപ്പൊ സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരത് സ്വന്തം ജീവിതം കൊണ്ടല്ല, അവർ ചിന്ത കൊണ്ട് അതിനെ അനുഭവവേദ്യമാക്കാൻ ശ്രമിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ ലോഹിയ EVRനോട് പറയുന്നത്, നോക്കൂ EVR, നിങ്ങളിങ്ങനെ ബ്രാഹ്മണനെ കാണുമ്പോൾ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നതല്ല. ബ്രാഹ്മണരിലെ ഈ ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ വിപ്ലവബോധമുള്ള സത്യത്തിന്റെ കൂട്ടു നിൽക്കുന്ന വിപ്ലവകാരികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തുക, അവര് നിങ്ങളുടെ കൂടെ ചേർക്കുക, അവര് നിങ്ങളുടെ ഈ സമരത്തിലേക്ക് കൊണ്ടുവരിക. EVR പറഞ്ഞത് നിങ്ങൾക്കറിയാം. നമ്മൾ പെരിയോരുടെ ഒരു പ്രധാന വർത്തമാനം, ഇത് രാമസ്വാമി നായക്കാരുടെ ഒരു പ്രധാന വർത്തമാനം, ഒരു ബ്രാഹ്മണനെയോ ഒരു പാമ്പിനെയോ കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ തല്ലുക എന്നാണ്, പാമ്പിനെ വിട്ടേക്കാനാണ് പറയുന്നത്. അത്ര രോഷമാണ് അവർക്ക് അനുഭവത്തിൽ നിന്നുണ്ടായ. പക്ഷെ അവിടെ പോയിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ഈ ബ്രാഹ്മണരെ അബ്രാഹ്മണരെ മുഴുവൻ ബ്രാഹ്മണരാക്കാനാണോ ശ്രമിക്കുന്നത്? അതല്ല, ഒരു ഇന്ത്യയിൽ സോഷ്യലിസം ഉണ്ടാക്കാനോ, സോഷ്യലിസ്റ്റ് സമൂഹത്തെ എല്ലാവരും ചേർന്ന് വളരാനാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ആദർശശാലികളായിട്ടുള്ള ഈ സവർണ യുവാക്കളെ നിങ്ങളുടെ കൂടെ ചേർക്കണം. ഇത് ലോഹി പ്രായോഗികമായി പ്രവർത്തിച്ച് കാണിക്കുകയായിരുന്നു. കാരണം അംബേദ്കറോട് അദ്ദേഹം അതാ പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലാണ് ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ നേതൃത്വത്തിൽ, നമ്മൾ മണ്ഡൽ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ, മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത് കേവലം ഉദ്യോഗസ്ഥ സംവരണം മാത്രമല്ല, അത് ലോഹിയുടെ ചിന്തകളെ മുഴുവൻ എടുത്തു പറയുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ പാർട്ടി ചെയ്തിരുന്നത്, അദ്ദേഹത്തിന്റെ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ അക്കാലത്ത് 60% അതിന്റെ നേതൃത്വം SC/ST വിഭാഗങ്ങൾക്കും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കുമായി സംവരണം ചെയ്യുകയായിരുന്നു. അതെന്തിനാണ്? പോളിസി ഉണ്ടാക്കുന്നത് അവരാണ് അധികാരം കൈകാര്യം ചെയ്യുന്നത്. അധികാരം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയിലേക്ക്, ആ സ്ഥാനത്തേക്ക് ഈ വിഭാഗം ശക്തമായി വരുമ്പോഴാണ് കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സവർണരായ ആദർശശാലികളായ യുവാക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുക എന്ന് EVR പറഞ്ഞ ഡോക്ടർ ലോഹിയ 1960കളിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അദ്ദേഹത്തിന് എത്ര സമ്മേളനം നടക്കുകയാണ്. ഒരു ഭാഗത്ത് ജോർജ് ഫെർണാണ്ടസിന്റെ മറുഭാഗത്ത് ഈ മദ്ലിയുമായി. അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ജയിച്ചാൽ ആരായിരുന്നു പ്രധാനമന്ത്രി? അപ്പം ജയിക്കുന്ന കാര്യമില്ല, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം തമാശയായിട്ട് എടുത്തു അത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല, ജോർജ് ഫെർണാണ്ടസ് ആയിരിക്കും ബിലോങ്സ് ടു, അയാൾ ഒരു ബാക്ക്വേർഡ് കാസ്റ്റിലാണ്, ബാക്ക്വേർഡ് ഈ വിഭാഗത്തിൽ വന്ന മുക്കുവ വിഭാഗത്തിൽ വന്ന ആളാണ്. മദ്ലിയുമായാണ് ഏറ്റവും വലിയ നേതാവ്. ക്വിറ്റ് ഇന്ത്യ സമരകാലം മുതൽ തന്നെ സോഷ്യലിസ്റ്റ് നേതാവാണ്. സൈദ്ധാന്തിക തലത്തിൽ ഇന്ത്യ ലോഹിയോടൊപ്പം തന്നെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ അല്ല പ്രധാനമന്ത്രിയാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ജോർജ് ഫെർണാണ്ടസ് ആണ്. അപ്പൊ ഈ രീതിയിൽ ഇന്ത്യയുടെ സവർണ യുവാക്കളോട് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നഷ്ടമല്ലേ? ഇപ്പൊ നമ്മുടെ യുവാക്കൾ ചോദിക്കുന്നത്, അപ്പൊ ഞങ്ങളുടെ ജീവിതം, സവർണ യുവാക്കൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്, ഞങ്ങളുടെ അവസരമല്ലേ നഷ്ടമാകുന്നത്? യഥാർത്ഥത്തിൽ അല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ത്യ ഒന്നിച്ച് വളരുകയാണ്. ഇന്ത്യ ഇതേ നിൽപ്പ് മരവിച്ച് അതിൽ മുരടിച്ചു നിൽക്കുമ്പോൾ അവസരങ്ങൾ കുറയുകയാണ്. എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് നമ്മൾ വികസിക്കുമ്പോൾ അവസരങ്ങൾ ധാരാളം വർദ്ധിക്കുകയാണ്. ഇന്ത്യ ഇന്ന് പ്രവർത്തിക്കുന്നത് കാര്യക്ഷമതയുണ്ട് എന്ന് മെറിറ്റിന്റെ അടിസ്ഥാനം, മെറിറ്റാണ് പറയുന്നത്, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സവർണരായിട്ടുള്ള അല്ലെങ്കിൽ വരേണ്യരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇന്ത്യയുടെ ഉത്പാദനത്തിന്റെയും രാഷ്ട്രീയ അധികാരത്തിന്റെയും, അതായത് സാമ്പത്തിക അധികാരത്തിന്റെയും രാഷ്ട്രീയ അധികാരത്തിന്റെയും മുകളിലുള്ളത്. അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അത് മുഴുവൻ ആളുകളുടെയും പ്രവൃത്തി അവിടെ കിട്ടുന്നില്ല. അതായത് സമ്പൂർണമായ സമൂഹത്തിന്റെ കാര്യക്ഷമതയെ മാക്സിമം, അതായത് ടോട്ടൽ എഫിഷ്യൻസി എന്നാണ് ലോഹിയനെ പറ്റി പറയുന്നത്. സമൂഹത്തിന്റെ ടോട്ടൽ എഫിഷ്യൻസിയെ, കാര്യക്ഷമതയെ ഉപയോഗിക്കാൻ നമ്മൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മൾ ഒരു കൂട്ടം ആളുകളുടെ ഈ കാര്യക്ഷമതയെ, മാക്സിമം എഫിഷ്യൻസിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ മാക്സിമം എഫിഷ്യൻസിയെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് രാഷ്ട്രീയ അധികാരത്തിലെങ്കിൽ വികസനം ഇങ്ങനെ തന്നെ തുറന്നു പോവുകയും ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ കൂടെ പിന്നെയും പാർശ്വവൽക്കരിക്കപ്പെടുകയുമാണ് ചെയ്യുക. അത് അടുത്ത കാലത്തുള്ള പഠനങ്ങൾ വ്യക്തമാണ്. കാരണം നമ്മുടെ വികസന സമ്പ്രദായം കേന്ദ്രീകൃതമാവുകയും അധികാരം കേന്ദ്രീകൃതമാവുകയും ചെയ്യുമ്പോൾ ആളുകൾ തൊഴിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പുതിയ പഠനങ്ങൾ മുഴുവൻ അത് വരുന്നുണ്ട്. ഇത് തടയുക എന്നുള്ളത് കൂടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വയ്ക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനിടയിൽ എത്ര സമയമായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ എനിക്ക് ഒരു ടൈപ്പ് ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചാൽ നന്ന്. കാരണം നമുക്ക് എത്ര സമയം ഉപയോഗിക്കാം എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് ടോട്ടൽ എഫിഷ്യൻസി എന്നുള്ളത് പ്രതിഫലിക്കുന്നത്? നമ്മുടെ സമൂഹത്തിലുള്ള തൊഴിൽ മേഖലകളെ മുഴുവൻ നമ്മൾ ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ, നമ്മൾ ഈ കൊക്കോകോല കമ്പനി പ്ലാച്ചിമടയിലെ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് എന്റെ ജനത RJD-യിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അവരുടെ സഖാക്കളാണ് അവിടെ ഭരിച്ചിരുന്നത്. അവരുടെ സഖാക്കൾ കൂടെ സമരത്തിൽ അതിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഉദാഹരണമായിട്ട് പറയുന്നത്. അവിടെ ഒരു വലിയ ഫാക്ടറിയാണ്. ആ ഫാക്ടറി ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നത്, പ്ലാച്ചിമടയിലെ കൊക്കോകോല ഫാക്ടറി മാത്രം ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നത് 5 ലക്ഷം ലിറ്റർ ശീതളപാനീയമാണ്. അത് കുപ്പികളിൽ നിരത്തുകയാണ്, ചെറിയ കുപ്പികളിൽ നിരത്തുകയാണ്, സോഡ കുപ്പികളിൽ നിരത്തുകയാണെങ്കിൽ 25 ലക്ഷം കുപ്പികളിൽ നിറയ്ക്കാൻ പറ്റും. അത് ഒരു ദിവസം. അത്രയും ഒരു ദിവസം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഉള്ള തൊഴിലാളികളുടെ എണ്ണം 300-ൽ താഴെയാണ്. 250-300 ഇടയിലാണ് അവിടെ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. പക്ഷെ അത് ചെറുകിട മേഖലയിലാണ് എന്ന് വിചാരിക്കും. കാരണം ഈ കൊക്കോകോല കമ്പനി വരുന്നതിന് മുമ്പ് നമുക്ക് സോഡയുണ്ട്, ശീതളപാനീയമുണ്ട്,
അതിനൊന്നും നമ്മുടെ മാർക്കറ്റിൽ ഒരു കുറവുണ്ടായിരുന്നില്ല. നമ്മളുടെ ഒരു കാര്യക്ഷമതാവാദികളായിട്ടുള്ള ആളുകൾ വിദേശ മൂലധനം കൊണ്ടുവന്ന് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വികസന പദ്ധതിയാണ്. സോഷ്യലിസ്റ്റുകൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ സോഷ്യലിസ്റ്റുകൾ കൂടെ പങ്കാളികളായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് 2000 അത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. 1977 അതിന് ഇവിടുന്ന് പുറന്തള്ളിയതും സോഷ്യലിസ്റ്റുകൾ തന്നെയാണ്. കാരണം കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ എപ്പോഴും പരാജയപ്പെടുന്നു. സൈദ്ധാന്തികമായ കാര്യങ്ങളിൽ അവരുടെ നിലപാട് ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായത് ചരിത്രമാണ്. അതിന് സംഭവിച്ചത് എന്താണ്? അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഒരു വീട്ടില് ഉള്ള 4 പേർ, ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികളൊക്കെ പണിയെടുത്താൽ കവിഞ്ഞു വന്നാൽ അവർക്ക് വൈകുന്നേരം വരെ 1000 200 ലിറ്റർ 1000 കുപ്പിയിലുള്ള സോഡ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കൂ. അങ്ങനെ 1000 കുപ്പിയാണെങ്കിൽ 25,000 കുപ്പി ഉണ്ടാക്കണമെങ്കിൽ 25 ലക്ഷം കുപ്പി ഉണ്ടാക്കണ 2500 കുടുംബങ്ങളെയാണ് തൊഴിലിൽ നിന്ന് പറഞ്ഞയച്ചത് 288 ആൾക്ക് പണി കൊടുത്തു. ആലോചിച്ചു. ഈ രീതിയിൽ വികസനം പോകുന്നതിന്റെ ഒരു കാരണം ഇന്ത്യയിലെ ഈ കാര്യക്ഷമതാവാദികൾ, മെറിറ്റ്വാദികളായിട്ടുള്ള ആളുകളാണ് ഇന്ത്യയെ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഡോക്ടർ ലോഹിയ അന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ ആ കാലഘട്ടത്തിലേക്ക് പറയുന്നത്, നിങ്ങൾ ഈ റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ, അതിനു മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കും. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ 5 ലക്ഷം ഗ്രാമങ്ങളാണ്. ഈ 5 ലക്ഷം ഗ്രാമങ്ങളിലും 5 വീതം കാളവണ്ടികളെങ്കിലും ഓടുന്നുണ്ടാവും. ആ കാളവണ്ടികളുടെ ഈ ടയറിന് ഈ ഒരു റബ്ബർ നാട ചുറ്റി കൊടുത്താൽ ഘർഷണം കുറയും, വേഗത കൂടും ഇന്ത്യക്ക്. ഇന്ത്യയുടെ വേഗത അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. തീപ്പെട്ടി എന്ന കവിതയിലൂടെ വയലോപ്പിള്ളി ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ മകരമാസത്തിൽ മഞ്ഞ് പെയ്യുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ തന്റെ ഒരു തീപ്പെട്ടി ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, പുലർച്ചെ എഴുന്നേറ്റ് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റൗ കത്തിക്കാൻ. രാവിലെ എഴുന്നേറ്റു, പക്ഷെ ഈ തീപ്പെട്ടി കത്തുന്നില്ല, ഒറ്റപ്പുള്ളി കത്തുന്നില്ല. അത് വളരെ മോശമായ ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യ മോശമാണ്. അപ്പൊ അയാൾക്ക് വെച്ച് സങ്കടം വരുന്നില്ല. ഇന്ത്യ ഈ ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ടല്ലോ, അതാണ് അയാളുടെ പൊക്രാനിലെ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് അയാൾ ആവേശപ്പെടുന്നു. ഇത്തരം പൈങ്കിളിത്തരമായ ഒരു വികസനത്തെ കുറിച്ചുള്ള ചിന്തകളെ കൊണ്ട് ഇന്ത്യയിലെ മധ്യവർഗത്തെ മയക്കി കിടത്തുന്നു. ആ മധ്യവർഗമാണ് ഈ കാര്യക്ഷമതാവാദികളായിട്ട് മത്സരിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ആകെ തൊഴിൽ മേഖലയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. റിസർവേഷനെ കുറിച്ചും തൊഴിൽ മേഖലയെ കുറിച്ചുള്ള ഒരു ചിന്തയും നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. എത്രയാണ് ആകെ തൊഴിൽ മേഖലയിലുള്ളത്? നമുക്ക് എത്ര തൊഴിലാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ള, അതിൽ എത്ര ശതമാനമാണ് നമുക്ക് ഈ ഉള്ളത് എന്നൊന്ന് പരിശോധിച്ചാൽ നമുക്ക് അതിന്റെ ഒരു കാര്യം, ഞാൻ അതിന്റെ ഒരു രേഖ കൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആകെ തൊഴില് ഇല്ലേ 90% തൊഴിലും, അതായത് നമ്മുടെ തൊഴിൽ മേഖലയുടെ, ഇന്ത്യയുടെ തൊഴിൽ മേഖലയിലെ 90% കൃഷിയും മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്. ആ മേഖലയിലാണ് 90% ആളുകൾ. അത് പലതരത്തിൽ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്, ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ അത് അസംഘടിതരാണ്. പിന്നെ ബാക്കി എത്ര ശതമാനമാണ്? 10%. ആ 10%ത്തിൽ സ്വകാര്യ കമ്പനികളും ഫാക്ടറികളും, അതിൽ നിന്നും കൂടി 8% അതിലാണ്. പിന്നെ ബാക്കിയുള്ള തൊഴിൽ എത്രയാ? 2%. ഈ 2%മാണ് സർക്കാർ തൊഴിൽ. ഈ സർക്കാർ തൊഴിലിലാണ് ഈ സംവരണമുള്ളത്. അതിൽ 50% ജനറൽ കോട്ടയാണ്. അപ്പൊ ആകെ തൊഴിലിന്റെ 1%ത്തിലാണ് സംവരണം. ആലോചിക്കാൻ നമ്മൾ ഈ 1%ത്തില് ഈ സംവരണം എന്ന് പറഞ്ഞത് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു ഒരുപാടായിട്ട്. 49.5 27% 52% എന്ന് കണ്ടെത്തിയിട്ടുള്ള പിന്നോക്കക്കാർക്ക് 27% നിജപ്പെടുത്താനുണ്ടായിരുന്ന ഒരു കാരണം നിങ്ങൾക്കറിയാം. സുപ്രീം കോടതിയുടെ ഒരു വിധിയായിരുന്നു അത്. പകുതിയിലധികം സംവരണമാകരുത്. അപ്പൊ നിലവിൽ നമ്മുടെ ഭരണഘടന ഉണ്ടായ അന്ന് മുതൽ തന്നെ ഇന്ത്യയിൽ 15% SC വിഭാഗത്തിനും 7.5% ST വിഭാഗത്തിനും എന്തുണ്ടായിരുന്നു? ആദിവാസികൾക്ക് സംവരണം ഉണ്ടായിരുന്നു. അപ്പൊ 22.5%. അത് കഴിച്ചാൽ ബാക്കിയുള്ളത് 27.5% വരെ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിലാണ് 27% എന്ന് ഈ മണ്ഡലം നിർദ്ദേശിക്കുന്നത്. അതിൽ കവിഞ്ഞത് നമുക്ക് സാധിക്കില്ല എന്നുള്ളൊരു ധാരണ അതുകൊണ്ട് വെച്ചാണ്. പല സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. നമ്മുടെ തമിഴ്നാട്ടിൽ 69%. ചില സംസ്ഥാനങ്ങൾ അതിനെ മറികടന്നിട്ടുണ്ട്. ചില ഇപ്പോഴാണെങ്കിലോ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇതിനകത്ത് ഇതിന്റെ പുറത്താണ് 10% സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നത്. സാമ്പത്തിക സംവരണം ഇതിന്റെ ഒരു
വിശദീകരണത്തെ കുറിച്ചൊന്നും തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്താ ഈ സാമ്പത്തിക സംവരണം? മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക്, ഞാൻ നേരത്തെ ദേവസ്വം ബോർഡിൽ മുന്നോക്കക്കാരേ ഉള്ളൂ, ഇനി ഒരു 10% കൂടി വന്നാൽ എന്ത് സംഭവിക്കും? എയ്ഡഡ് സ്കൂളുകളിൽ മുഴുവൻ ഈ മുന്നോക്കക്കാരാണ്. പിന്നെ ഒരു 10% കൂടി വന്നാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം ഓരോ ഘട്ടത്തില്. അപ്പൊ അവിടെയൊക്കെ പൂർണ്ണമായിട്ടും മുന്നോക്കക്കാരന് പിന്നോക്കക്കാരന് സാമ്പത്തിക പിന്നോക്കക്കാരനല്ല ഇതിന്റെ അർത്ഥം, സവർണക്കുള്ള സംവരണമാണ് അത് എന്ന് പറയുന്നത്. അതിൽ ക്രീമി ലെയർ ഉണ്ടെന്നേ ഉള്ളൂ. ക്രീമി ലെയർ എന്ന് പറയുന്നതാണ് മറ്റൊരു കാര്യം. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം സംബന്ധിച്ചു നോക്കുകയാണ്. സാമ്പത്തിക സംവരണത്തെ അംഗീകരിക്കുമ്പോഴും ക്രീമി ലെയറിനെ അംഗീകരിക്കുമ്പോഴും നമ്മളൊരു കാര്യം സംബന്ധിക്കുന്നു. ഈ സംഗതി എന്താണ്? തൊഴിൽ കൊടുക്കാനുള്ള അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള, സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള ഒരു പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എന്താ വേണ്ടത്? ഇന്ത്യയിൽ വേണ്ടത്, നമ്മൾ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ സൊല്യൂഷനുകൾ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പോലും പറഞ്ഞതുപോലെ, എല്ലാ ആളുകൾക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഒരു പാക്കേജ് തന്നെ വേണം. ഒരാൾ പോലും ഇന്ത്യ രാജ്യത്ത് പട്ടിണി കിടക്കരുത്. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകള്, ഇന്ത്യയിലെ ഗവൺമെന്റില്, നെഹ്റു ഗവൺമെന്റില് അവര് അന്ന് പങ്കാളികളാവാതിരിക്കാൻ പറഞ്ഞ കാരണം അതാണ്. നെഹ്റു ക്ഷണിച്ച് ജയപ്രകാശ് നാരായണനോടും ഇവരുടെ സോഷ്യലിസ്റ്റുകളോട് നിങ്ങൾ ഇതിൽ ചേരണം മന്ത്രിസഭയില്. അന്ന് അവർ പറഞ്ഞത്, നിങ്ങൾ 2 കാര്യം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. കൃഷിഭൂമി കർഷകർക്കുമെന്നും അതുപോലെ തന്നെ തൊഴിൽശാല തൊഴിലാളികൾക്ക് എന്നും പ്രഖ്യാപിക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യമുണ്ട്, ഭക്ഷണം എന്നുള്ളത് സർക്കാരിന് കൊടുക്കണം എന്ന ബാധ്യതയുണ്ട് എന്ന് തയ്യാറാവണം. നമ്മുടെ ഭരണഘടന അത് ഉണ്ടാവണം. ഇത് 3 സംഭവിക്കുന്നില്ല. ഇത് 3 സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സംവരണത്തിന്റെ പ്രസക്തി, ഈ ഇന്നത്തെ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആവശ്യപ്പെടേണ്ടത്, സംവരണം ഇപ്പൊ എല്ലാവരും സാമ്പത്തികമായ ഒരു കാര്യമാണ് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാവുന്ന ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ സംവരണം ഇല്ലാത്ത 50% ജനറൽ കോട്ടയുണ്ടല്ലോ, അത് നമ്മൾ ദരിദ്രന്മാർക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ എന്താ? അതിലൊരു 50%, അതായത് ആകെ 25 ഉള്ളത് ഇപ്പൊ 50% ഈ ജാതി സംവരണങ്ങളുണ്ട്. അതിന്റെ ബാക്കിയുള്ള 50%ന്റെ 50% എന്ന് പറഞ്ഞാൽ 20% കൂടെ, ആകെയുള്ളതിൽ 25% കൂടെ നമുക്ക് സാമ്പത്തികമായി പിന്നോക്കമുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങ് എഴുതി കൊടുക്കാം. അതും വെച്ച് ബാക്കി 25% ഓപ്പൺ കോട്ട മതിയോ? അങ്ങനെയാകുമ്പോൾ ആ ന്യായം നമ്മൾ പറഞ്ഞാൽ അപ്പൊ ഒരു പ്രശ്നമായിട്ട് ആളുകൾ. അപ്പൊ ഇതൊന്നുമല്ല ഇതിന്റെ കാര്യം. കാരണം ഈ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾക്ക് കൈയടക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെന്നൈ IIT ഉണ്ടായിരുന്ന ഒരു പഠനത്തിൽ പറയുന്നത്, അവിടെയുള്ള ആ കുട്ടികൾ മുഴുവൻ, അതായത് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പുള്ള മുഴുവൻ ആളുകളും തന്നെ, വിദ്യാർത്ഥികളും തന്നെ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളായിരുന്നു. അവിടെ ജയിച്ചെത്താൻ കഴിയുന്നില്ല. എത്തിയാലോ നമ്മുടെ നേരത്തെ പറഞ്ഞ ജയമോഹന്റെ 100 സിംഹാസനങ്ങളിലൊക്കെ പെട്ടതുപോലെ അത് അതിശയോക്തിപരമായ ഒരു നോവലല്ല. കുഞ്ഞാമൻ സാറിന്റെ കഥ നിങ്ങൾക്കറിയാം. പ്രൊഫസർ കുഞ്ഞാമൻ അടുത്ത കാലത്ത് കേരളത്തിൽ ഇത് പറയേണ്ടായി, അദ്ദേഹത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയേണ്ടായി. അത് കെവിന്റെ, ഒരു പെൺകുട്ടിയെ പ്രേമിച്ചത് കൊണ്ട് കൊല്ലപ്പെട്ടുള്ള കെവിന്റെ കഥയിൽ നമുക്കറിയാം. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ? ഇന്ന് തന്നെ ഒരു വാർത്ത നമുക്ക് ഇവിടുന്നുണ്ട്, ഈ വട്ടവടയിൽ നിന്ന്, ഇടുക്കിയിലെ വട്ടവടയില് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടാനായിട്ട് ചക്കിലിയർ സമുദായത്തിന് മുടി വെട്ടാൻ ആളുകൾ തയ്യാറല്ല. അവർ 40 കിലോമീറ്റർ അകലെയുള്ള മൂന്നാറിൽ പോകുന്നത് ഇന്നത്തെ കേരളമാണ്. ഇത് തന്നെ വടയമ്പാടിയിലൊരു ജാതി മതിലുണ്ടായിരുന്നത് മനസ്സിലാക്കി. കേരളത്തിന്റെ ഒരു സാഹിത്യത്തിന്റെ കേന്ദ്രമായിട്ടുള്ള, സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിലെ പട്ടണത്തിന് തൊട്ടടുത്ത് ഇരിഞ്ഞാലക്കുടയില് ഒരു കൂടൽമാണിക്യ ക്ഷേത്രമുണ്ട്. അതിനകത്ത് ഒരു വഴിയിലൂടെ ദളിതർക്ക് പോകാൻ പാടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 5-6 മാസത്തിനുള്ളിലാണ് അത് തുറന്നു കൂട്ടപ്പെടുന്നത്. ഞാനവിടെ സമരത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. എന്തിന് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയില് സാംബവ കുട്ടികൾ മാത്രം, പറയ കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയമുണ്ട്. അവിടെ ഏറ്റവും വലിയ ശക്തി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അവിടെ കോൺഗ്രസ് ശക്തമാണ്, BJP ശക്തമാണ്, എല്ലാ സംഘടനകളും അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ LJD ഉണ്ടാവും അവിടെ. പക്ഷെ ആ സ്കൂളിലേക്ക് പറയ കുട്ടികൾ മാത്രമാണ്. പക്ഷെ ഈ 2 വർഷമായിട്ട് ഏതോ ഒരു മുസ്ലിം അധ്യാപക സംഘടനയിലെ ആളുകൾ അവരെ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ചേർത്തതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ മുമ്പ് സന്ദർശിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇതൊക്കെയാണ് കേരളം. ഇപ്പൊ കേരളം എന്ന് പറയുന്നത് മെച്ചപ്പെട്ടതാണ് എന്ന് പറയാനായിട്ടില്ല. പക്ഷെ കേരളത്തിലെ ഈ മറ്റൊരു കാര്യം ചോദിക്കുന്ന ആളുകൾക്ക് നമുക്കൊരു പക്ഷേ നമുക്ക് പറയാവുന്നത്, ഈ ചില ജാതികൾക്ക് ഉന്നമനം ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ട് എന്ന് ശരിയായിരിക്കാം. ഒരു ധവളപത്രം ഇറക്കട്ടെ. നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന അതാണ്. ഓരോ 10 വർഷം കഴിയുമ്പോഴും സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ എത്രത്തോളം ഫലപ്രദമായി നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുകയും അതിനുശേഷം അത് തുടരുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് അംബേദ്കർ അന്ന് ഉറപ്പുകൊടുത്തതാണ്. അങ്ങനെ ചെയ്യട്ടെ. നമ്മൾ പറയുന്നത് തന്നെയാണ്. എല്ലാ 10 വർഷം കഴിയുമ്പോഴും എല്ലാ ജാതി സമൂഹങ്ങളിലെയും അധികാരത്തിലേക്ക് വന്നിട്ടുള്ള, ഇത് സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു തൊഴിൽ മേഖലയിലേക്ക് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആകെ തൊഴിലിന്റെ 1% സർക്കാർ മേഖലയിൽ മാത്രമാണ് സംവരണമുള്ളത്. ആ സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ പങ്കിലേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലോ എയ്ഡഡ് മേഖലയിലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലോ അല്ലെങ്കിൽ പട്ടാളത്തിലോ സംവരണം ഇല്ല. അപ്പൊ ഈ അത്തരത്തിലെ സംവരണം ഇല്ലാത്ത ഒരുപാട് മേഖലകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ്, അടുത്ത കാലത്താണ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് സംവരണം വന്നത്. ആ സംവരണം വരുന്നതിനെതിരായിട്ടാണ് അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നത്. മണ്ഡൽ കമ്മീഷന്റെ ഒരു പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം അന്നും ഇന്നും എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ചുറ്റിലേക്കും കണ്ണോടിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇടയിൽ ആളുകൾ വലിയ സംശയാലുക്കളാണ്. ആ സംശയം തീർത്തു കൊടുക്കേണ്ട ബാധ്യത സോഷ്യലിസ്റ്റുകൾക്കാണ്. കാരണം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ സോഷ്യലിസം വരാനാണ് നമ്മൾ സംവരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യുക, അതായത് ദളിതരെ അപ്ലിഫ്റ്റ് ചെയ്യുക, ആദിവാസികളെ അപ്ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നോ, അല്ലെങ്കിൽ കുറെ ആളുകളുടെ ഭാവം, കഷ്ടം, ഔദാര്യം തോന്നിയിട്ടോ അല്ല സോഷ്യലിസ്റ്റുകളിൽ കാര്യങ്ങൾ. സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ സൃഷ്ടിക്ക് സാമൂഹിക സമത്വം അനിവാര്യമാണ്. സാമൂഹിക സമത്വം ഉണ്ടാവുക എന്ന അനിവാര്യമാണ്. അവിടെ എന്തൊക്കെ പ്രവൃത്തികളാണ്, ഇത് ആരെങ്കിലും പണ്ട് ചെയ്ത ഒരു തെറ്റിനെ ഇപ്പോഴത്തെ തലമുറയെ ശിക്ഷിക്കുകയല്ല, എല്ലാവർക്കും തൊഴിൽ കിട്ടാവുന്ന രീതിയിൽ സമൂഹത്തെ വളർത്തുക, മൊത്തം കാര്യക്ഷമത ഉപയോഗിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന രീതിയിലേക്ക് അതിനെ റീസ്ട്രക്ചർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ലോഹിയ മുന്നോട്ട് വെച്ചിട്ടുള്ള സോഷ്യലിസ്റ്റുകളുടേതായിട്ടുള്ള സംവരണത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ കുറിച്ചുള്ള ചിന്ത. അതുകൊണ്ടാണ് അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു വികസന സങ്കല്പത്തെ ഗാന്ധിയിൽ നിന്ന് സ്വീകരിക്കുന്നത്, മാർക്സിൽ നിന്ന് സ്വീകരിക്കാത്തത്, കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് സ്വീകരിക്കാത്തത്, യൂറോപ്യൻ ലിബറലിൽ നിന്ന് സ്വീകരിക്കാത്തത്, കോൺഗ്രസിൽ നിന്ന് സ്വീകരിക്കാത്തത്. കാരണം അതൊക്കെ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യക്ഷമത കൂടുതലുള്ള ആളുകൾക്ക് മാത്രം പങ്കാളിത്തമുള്ള ഒരു വികസനത്തെ കുറിച്ചാണ് സങ്കല്പിക്കുന്നത്. അതല്ല സോഷ്യലിസ്റ്റുകളുടെ വഴി. സോഷ്യലിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ള, എങ്ങനെയാണോ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി സ്ട്രാറ്റജികൾ മാറ്റുന്നത്, ഗാന്ധിയുടെ സമരത്തിന്റെ സ്ട്രാറ്റജികൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയത് എന്താണോ ചർക്ക കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്, അതിന്റെ എക്സ്റ്റൻഷൻ ഗാന്ധിയുടെ എല്ലാ പരിമിതികളെയും മറികടന്ന് അത് ഈ പൊതുസമൂഹത്തിൽ ഒരു കാലികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് യന്ത്രങ്ങളിൽ ഒരു സ്മോൾ മെഷീൻ ടെക്നോളജി എന്നുള്ള ഒരു ചിന്ത, ചെറുകിട യന്ത്രത്തിന്റെ ചിന്തയിൽ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു വികസന സമ്പ്രദായത്തെയാണ് ലോഹിയ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് എങ്ങനെയൊക്കെ സാധ്യമാകും എന്നുള്ളതായിരുന്നു അന്വേഷണം. നമ്മൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. റെക്കമെൻഡേഷനിൽ 27% തൊഴിൽ മേഖലയിലെ സംവരണം, അത് ഈ കേന്ദ്രത്തിലെ എല്ലാ മേഖലകളിലും പബ്ലിക് സെക്ടറിലും. അതുപോലെ തന്നെ പറയുന്നത് സംസ്ഥാനങ്ങളിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് എന്ന് അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. കാരണം പല സംസ്ഥാനങ്ങളിലും അതുണ്ട്. കേരളത്തെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ വളരെ മുമ്പേ ഉണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളിൽ, കർണാടകയിൽ ചില ഭാഗം ചേർന്ന് ഷാഹു മഹാരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ശിവജിയുടെ പിന്തുണ അവകാശികളായിട്ടുള്ള ഈ ഭരണാധികാരികൾ, ശിവജിക്ക് സാധിക്കാതെ പോയതാണ്. ശിവജി ഈ ഹിന്ദുമത ആചാരപ്രകാരം തന്റെ ഈ ഭരണം ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ബ്രാഹ്മണന്മാരൊന്ന് കണ്ടീഷൻ വെച്ചു, ഞങ്ങളുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും ബ്രാഹ്മണരിൽ നിന്ന് സ്വീകരിക്കണം എന്ന് ഒപ്പിടിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും മുഴുവൻ ബ്രാഹ്മണരായി മാറുകയും പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിന് അധികാരം പിടിച്ചു പറ്റിയതും പുരുഷന്മാരെ അധികാരം പിടിച്ചു പറ്റിയെന്നുള്ള ചരിത്രമുണ്ട്. അതൊന്നും അറിയാതെയാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദു വിഭാഗത്തിലൊക്കെ പെട്ട ചെറുപ്പക്കാരൻ ശിവജി ഹിന്ദു നേതാവാണെന്ന് പറയുന്നത്. സത്യത്തിൽ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിന് ആ ഹിന്ദു ആചാരത്തെ അംഗീകരിക്കാൻ കാരണം പറഞ്ഞിരുന്നത്
മുഴുവൻ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ട് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ ഒരു സംശയം വരാം. ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഈ ഹിന്ദുവിനെ നവീകരിക്കാൻ വേണ്ടിയാണ് ജാതിക്കെതിരായിട്ട് ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. കേളപ്പനെതിരായിട്ടാണ് ഇത് ആരോപണം ഉന്നയിക്കുന്നത്. NSS രൂപീകരിച്ചതിന്റെ ആദ്യ പ്രസിഡന്റ് 1906 ആദ്യ പ്രസിഡന്റ് കേളപ്പനാണ്. അയാൾ ഒരു ഹിന്ദുത്വവാദിയാണ്. യഥാർത്ഥം അങ്ങനെയല്ല. സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം ജാതികള് വളരെ യാഥാസ്ഥിതികവുമായും അനാചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ സമൂഹം വികസിക്കുകയില്ല, അത് ചലനാത്മകമാവുകയില്ല. അതിന്റെ ജീർണത സമൂഹത്തെ മൊത്തം ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്ന് ആ ജാതികളിൽ തന്നെയുള്ള അനാചാരങ്ങൾക്കെതിരായിട്ട് അതിനുള്ളിൽ സമരങ്ങൾ വരുന്നത്. യോഗക്ഷേമ സഭ, NSS, SNDP, ഈ പുലയരുടെ സംഘടനകൾ, ഇതൊക്കെ തന്നെ വരുന്നത് ആ സമൂഹത്തിന്റെ ജഡത്വം മാറ്റാനാണ്. ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ചലനം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഹിന്ദു ചലിക്കാതെ പോവുകയാണ്, ഹിന്ദു വളരെ യാഥാസ്ഥിതികമായി നിലനിന്നു പോവുകയാണ്, അത് ഈ യാഥാസ്ഥിതിയുടെ പിടിയിലായി പോവുകയും അതിൽ ഉൽപ്പതിഷ്ണുക്കൾക്ക് രക്ഷയില്ലാതെ പോവുകയാണെങ്കിൽ അത് രാജ്യത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധി ബോധപൂർവം തന്നെയാണ് ഹിന്ദുവിനെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അത് സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ വീടിനെ പരിഷ്കരിക്കുന്നത് സമൂഹത്തിന് യോജിക്കാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അനാചാരങ്ങളെ ഇല്ലാതാക്കുന്നത്, അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്നത് നമ്മൾ വീട് മാത്രം നന്നാവാനല്ല, സമൂഹത്തിൽ അത് മൊത്തത്തിൽ ചലനമുണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഓരോ ജാതികളിലും അതിനകത്തുള്ള ഈ ജനാധിപത്യ വിരുദ്ധമായ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള അനാചാരങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റുകയും അനുഷ്ഠാനങ്ങളെ മാറ്റിപ്പടിയുകയും ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആ ലക്ഷ്യം ഗാന്ധിയുടെ. അത് തന്നെയായിരുന്നു കേരളത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭന് ഈ കേരളത്തില് ക്ഷേത്രപ്രവേശന സമരത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ SNDPക്കും NSSനും അന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നത്. നമ്മൾ ഈ തരത്തിൽ വേണം ഇത്തരം കാര്യങ്ങളെ കാണാൻ. അതല്ലാതെ ഏതെങ്കിലും ഒരു ജാതി സംഘടനയോ ഏതൊരു മതസംഘടനയോ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? അത് യാഥാസ്ഥിതികമാവുകയും യാഥാസ്ഥിതിക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മൗലികവാദപരമാവുകയും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുകയും അത് ചെയ്യുന്ന നന്മകളെ നിങ്ങൾ അഡ്രസ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ജനാധിപത്യം എനിക്ക് തോന്നുന്നത്. വിശ്വാസികളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു യുക്തിവാദിയാവുകയോ യുക്തിവാദികളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഈ മതവാദികളാവുകയോ ചെയ്യുന്ന ആളുകൾ. ഞാനൊരു മതവിശ്വാസിയല്ല, ഒരു ദൈവവിശ്വാസിയാണോ എന്ന് എനിക്ക് അല്ല, ഒരു നിരീശ്വരവാദിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഈ ഒരു ശാഠ്യമില്ലാത്ത ഒരാളാണ്. ജനാധിപത്യവാദി എന്നാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു മുസ്ലിം വിശ്വാസിയോടും ഒരു യുക്തിവാദിയോടും ഒരു ഹിന്ദു വിശ്വാസിയോടും സംസാരിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് സോഷ്യലിസ്റ്റുകൾ ഇവരോടൊക്കെ സംസാരിക്കണം. ലോഹിയോട് ചോദിക്കുന്നുണ്ട്, ലോഹിയ നിങ്ങൾ കേരളത്തിൽ വന്നപ്പോഴാണ് ചോദിച്ചത്. വളരെ രസകരമാണ്. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകളാണ് കേരളത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നത്, ഇടതുപക്ഷം. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകളുടെ ഇതിനെതിരായിട്ട് പ്രത്യേകിച്ച് സ്റ്റാലിനോടൊപ്പമുള്ള കേരളത്തിലെ ഈ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാടിനോടുള്ള വിദ്വേഷം കൊണ്ട് അതിൽ മാറി നിന്ന യുവാക്കളായിട്ടുള്ള ഉൽപ്പതിഷ്ണുക്കൾക്ക് നിൽക്കാവുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് അവർ സൂചിച്ചുള്ള കാണുന്നത്. അപ്പൊ ലോഹി വന്നപ്പോൾ ചോദിച്ചു, അവര് ഈ അത്യാവശ്യം ദൈവവിശ്വാസികളൊക്കെ ആയിട്ടുള്ള ആളുകൾ ചോദിച്ചു, ലോഹി നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അപ്പൊ ലോഹിയാക്കി കാര്യം മനസ്സിലായി, സംഭവിക്കാൻ പോകുന്നത് എന്താണ്, കമ്മ്യൂണിസ്റ്റുകളുടെ ദൈവവിശ്വാസികളല്ല എന്ന് പറഞ്ഞുകൊണ്ടാവണം. ഒരു ഭാഗത്ത് ദൈവവിശ്വാസികൾ അന്ധവിശ്വാസികൾ യാഥാസ്ഥിതികളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പുരോഗതിക്ക് ഒരു ദൈവം ആവശ്യമാണെങ്കിൽ, അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഒന്നിനുണ്ടാക്കണം. നിങ്ങളുടെ പുരോഗതിക്ക് ദൈവം തടസ്സമാണെങ്കിൽ, അത് ഉണ്ടെങ്കിൽ അതിനെ തട്ടി